കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇതൊക്കെ. മക്കള് വെക്കേഷനിൽ പെങ്ങളെ വീട്ടിൽ പോയിട്ടില്ലേനു, അപ്പോൾ ഓരെ കൂട്ടാൻ പോയി അതിൻ്റെ പിറ്റത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം ഞാനും താത്തയും ഇക്കയും കൂടെ ഇതാട്ടോ ടൗണിലേക്ക് വന്നതാണ്. ഇക്ക ടൗണിലേക്ക് വന്നു, ഞങ്ങൾ പെങ്ങളെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതായിരുന്നു കേട്ടോ. നമ്മൾ ഫ്രിഡ്ജ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഫസ്റ്റ് കണ്ണങ്കണ്ടിയിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്, മാനന്തവാടി. പിന്നെ അവിടുന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നമുക്ക് പറ്റൂലെന്ന് തോന്നിയപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചെറിയൊരു ഫ്രിഡ്ജ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ അനിയൻ്റെ വീട്ടിലത്തെ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നല്ലോ നമ്മളവിടെ. അപ്പോൾ ഓരത് കൊണ്ടുപോയി നോക്കിയപ്പോൾ പിന്നെ എന്താ പറയുക, അതൊന്ന് ഉള്ളത് നല്ലതാണെന്ന് തോന്നി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അടുത്ത കടയിലേക്ക് വന്നിട്ടുണ്ട്. ഫാഷൻ വില്ലേജിൻ്റെ ഒക്കെ താഴെ ഭാഗത്തായിട്ടുള്ള ഒരു കടയിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറുത് വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഇക്ക പറഞ്ഞു എന്തായാലും വാങ്ങുമ്പം നല്ലത് തന്നെ ഒന്ന് വാങ്ങാം, നമുക്ക് വീടും കാര്യങ്ങളൊക്കെ ആയാലും മൊത്തത്തിൽ ഉപയോഗിക്കാൻ പറ്റണത് നോക്കിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്ന് നോക്കുന്നുണ്ട്, വില നോക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇതാട്ടോ ഞാനിപ്പോൾ നേരത്തെ കാണിച്ചില്ല, ലാസ്റ്റ് കാണിച്ചില്ലേ, ആ ഒരു ഫ്രിഡ്ജാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. വാങ്ങിയതൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ അതൊക്കെ വാങ്ങിയെടുത്തു. നമ്മൾ വേറൊരു വണ്ടിയിൽ അങ്ങോട്ട് കൊടുത്തു വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പെങ്ങളെ വീട്ടിലേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. മക്കളൊക്കെ എല്ലാവരും അവിടെയാണ് ഉണ്ടായിരുന്നത്. ഓരെ കൂട്ടാണ്ടാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരൊക്കെ കൂട്ടിയതാ തിരിച്ച് നേരെ ബാവലിക്ക് പോവുകയാണ്. അപ്പോൾ പോണ വഴിക്ക് ഒന്ന് കാട്ടിക്കുളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാട്ടിക്കുളത്ത് നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. റൌഫ് ഖാൻ്റെ കടയിൽ കയറിയതാണ്. അവിടുന്ന് നമ്മൾ അധികം ഇവിടെ തന്നെയാണ് കേട്ടോ സാധനം വാങ്ങൽ. അപ്പോൾ റൌഫ് ഖാനോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് അങ്ങനെ നിന്നതാണ് കേട്ടോ ഞാൻ. നമ്മളെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണ്. പിന്നെ അവിടെ നിന്ന് നേരെ വന്നത് കാട്ടിക്കുളത്ത് തന്നെയാണ് കേട്ടോ. ഒരു അനിയന് വാടകയ്ക്ക് താമസിക്കുന്നത് കോട്ടേഴ്സിൽ. അപ്പം അവിടെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഒരിപ്പോൾ താമസമായിട്ട് ഒരു മാസമൊക്കെ ആവണേ ഉള്ളൂ. അപ്പം നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ കോട്ടേഴ്സ് എവിടെയാണ് എന്നുള്ളത്. അപ്പോൾ ഒന്ന് അങ്ങോട്ട് വന്നു. പിന്നെ താത്തയും ഷെമീലും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഇതാ കുറച്ച് നേരം ഒന്ന് അവിടെ ഇരുന്നു. അവിടെ നിന്ന് കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് പിന്നെ വീണ്ടും തിരിച്ചിതാ നേരെ പുരയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇരുടായിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജ് പിന്നെ വേറെ വണ്ടിയിൽ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പുരയിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അകത്തേക്ക് കയറ്റാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ ഇവർ രണ്ടാളും. എന്തായാലും അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഈ ഒരു ഫ്രിഡ്ജ് അകത്ത് കയറിയപ്പോഴാണ് നമ്മളെ മുന്നിൽ ആ ഒരു ചേതി മൊത്തത്തിൽ അങ്ങോട്ട് പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് മൊത്തത്തിലൊന്ന് ഇളകി കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ ഒരു കയറലും എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായ കൂട്ടത്തിൽ മൊത്തത്തിൽ ബാക്കി അങ്ങോട്ട് പൊളിഞ്ഞു പോയതാണ്. അപ്പോൾ ഓരോക്കെ അത് ഹിക്കും നൗഫലും കൂടെ അതൊക്കെ കൊടുന്ന് ഓരോ അതൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇതാട്ടോ നമ്മൾ രാത്രിക്കേക്കുള്ള ഫുഡ് റെഡിയാക്കുകയാണ്. അപ്പോൾ പൊറാട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു പാക്കറ്റ്. നൂൽ പൊറാട്ടേൻ്റെ മക്കൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് റൌഫ് ഖാൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇക്ക ചുടുന്നുണ്ട്. പിന്നെ ഞാൻ കറിയും ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നിങ്ങൾ ഉണ്ടാക്കിക്കോളി, കറി ഞാനാക്കാമെന്ന് പറഞ്ഞു. പിന്നെ വേഗം പൊറാട്ടയും ചുട്ടെടുത്തു, കറിയും സെറ്റാക്കി ഒരു കട്ടൻ ചായ ഒക്കെ വെച്ചു ഞങ്ങൾ അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.